എല്ലാവരുടെ വീട്ടിലും എപ്പോഴും ഉണ്ടാകുന്ന കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റുള്ള ഒരു സ്നാക്കാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഒരൊറ്റ നേന്ത്രപ്പഴം എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് ഒരുപാട് സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം. ഒരു പ്ലേറ്റ് നിറയെ സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ആദ്യം നേന്ത്രപ്പഴം തൊലി കളഞ്ഞിട്ട്, പഴുത്ത നേന്ത്രപ്പഴം വേണ്ടിട്ട് എടുക്കാൻ, തൊലി കളഞ്ഞിട്ട് നമുക്കിത് ഇതുപോലെ ഒന്ന് മുറിച്ചിട്ട് ഇതുപോലെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരു ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ പഴം നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. ഫോർക്ക് വെച്ചിട്ട് തന്നെ ചെയ്യണം കേട്ടോ. ഇത് മിക്സിയിലിട്ടൊന്നും അടിച്ചെടുക്കരുത്. അപ്പോൾ ഇതുപോലെ ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. തേങ്ങ ചിരവിയതിൻ്റെ അളവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. കൂടുതലുണ്ടായാൽ കൂടുതൽ ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 5-6 സ്ലൈസ് ബ്രെഡ് വേണ്ടി വരും. അപ്പോൾ അതൊന്ന് ഇതുപോലെ പിച്ചി മുറിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ബ്രെഡ് നമ്മളിതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മൾ ആ ഒരു പഴത്തിൻ്റെ നനവിൽ, പഴത്തിൻ്റെയും തേങ്ങയുടെയും നനവിലാണ് ഇത് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള ബ്രെഡ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു അളവിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിലപ്പോൾ മാറ്റം വരും ബ്രെഡിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ടൊക്കെ. ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. പിന്നെ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ നെയ്യും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ് നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്ന സമയത്ത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി ഇല്ലാതെയും ചെയ്യാം കേട്ടോ. പിന്നെ പുറമെ കുറച്ചും കൂടി നല്ല മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ചെറിയ പോർഷനാക്കി എടുത്തിട്ട് നമുക്ക് പൊരിച്ചെടുക്കണം. ഒരുപാട് വലുപ്പത്തിൽ പൊരിച്ചെടുക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ കുറേശ്ശെ എടുത്തിട്ട് നല്ല ചൂടായിട്ടുള്ള ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിന് പ്രത്യേകിച്ച് ഷേപ്പൊന്നും വേണ്ട. ഇങ്ങനെ വെറുതെ അങ്ങനെ നുള്ളി ഇട്ട് കൊടുത്താൽ മതി. പിന്നെ എപ്പോഴും ഇതുപോലെ ചെറുതായിട്ട് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഒരുപാട് വലുപ്പത്തിലാവരുത്. അപ്പോൾ ഒരുപാട് വലുപ്പത്തിലായാൽ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ ചെറിയ ഓരോ പോർഷനായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പുറമേ നല്ല മുരിഞ്ഞിട്ടും അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടും കിട്ടും. പിന്നെ നമ്മൾ പോപ്കോണൊക്കെ കഴിക്കുന്ന ആ ഒരു രീതിയിലൊക്കെ കഴിക്കാം കേട്ടോ. പിന്നെ ബ്രെഡ് ആയതുകൊണ്ട് പലർക്കും സംശയം ഉണ്ടാവും ഇതിൽ എണ്ണ കുടിക്കുക എന്നുള്ളത്. ഒരു തുള്ളി പോലും എണ്ണ കുടിക്കില്ല കേട്ടോ. അപ്പോൾ ഇട്ട് കൊടുത്തതിന് ശേഷം എണ്ണ നല്ല ചൂടായിട്ടിരിക്കുന്ന സമയത്ത് വേണം ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. കാരണം ബ്രെഡാണ് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ എല്ലാ ഭാഗവും ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. എന്നിട്ട് മൊത്തത്തിൽ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് കഴിഞ്ഞാൽ പിന്നെ ഹൈ ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് നമുക്കിത് കോരിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ അടിപൊളിയായിട്ടുള്ള സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും പോപ്കോണൊക്കെ കഴിക്കുന്ന ആ ഒരു രീതിയിൽ കഴിക്കാം കേട്ടോ. പിന്നെ ഇത് എടുക്കുന്ന സമയത്ത് നമുക്ക് അത്രത്തോളം ക്രിസ്പിനെസ് തോന്നില്ല. പക്ഷേ ഇത് ഒന്നങ്ങ് ചൂട് പോയി കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ട് വരും കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി സ്നാക്കാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.